14 ഗ്ലാസ് വെള്ളം നമ്മൾ അടുപ്പേ കയറ്റിയിട്ടുണ്ട്. ആവശ്യത്തിന് തീയും കൊടുത്തിട്ടുണ്ട്. തരുന്നുണ്ടോ? ഓക്കെ. അതിനകത്തേക്ക് നമ്മള് കറുകപ്പട്ട, ഇല, ഇതിനെന്ത് ഇലക്കെന്താ പേര് നിങ്ങൾക്ക് അറിയില്ല, ഇവിടെ എന്താ പറയുന്നത് അറിയില്ല. കേരളത്തിൽ ഞങ്ങൾ ഇതിന് മല്ലിയില എന്ന് പറയും. അറിയാം. ഇത് കറുകപ്പട്ട. ഓക്കെ. പിന്നെ ഞങ്ങൾ ഒരു പീസ് ആവശ്യത്തിന് പട്ട ഇടുന്നുണ്ട്. മതി. കുറച്ച് കരിയാമ്പൂ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ കരിയാമ്പൂ എന്ന് പറയുന്ന സാധനങ്ങളെല്ലാം ഇടുന്നുണ്ട്. അതായത് ചുരുക്കി പറഞ്ഞാൽ അതിനകത്ത് കുറച്ച് ഏലക്കായ, ജീരകം, കുറച്ച് കുരുമുളകിന്റെ കഷ്ണം ഉണ്ടാവണമല്ലോ. അതെല്ലാം ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഏലക്കായ ഞാൻ 2-3 പീസാക്കിയിട്ടാണ് ഇതിനകത്ത് ചേർക്കുന്നത്. ഭാഗ്യം തട്ടിപ്പോവാഞ്ഞത്. അത് സാർ ഇത് അധികം ചേർത്ത് കഴിഞ്ഞാൽ മസാല അധികം ആയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഇതിന് 5 കിലോ അരി വരുന്നു. ഇതിലല്ല, ഈ ഇരിക്കുന്ന പാത്രത്തില്. ഓക്കെ, നമ്മൾ ഇതിന് ചേർക്കാൻ പോവാണ്. ഓക്കെ, നമ്മൾ പച്ചക്കറി പച്ചക്കറി എടുത്തേക്കു. ഈ സാധനം ഇതൊരു ഞങ്ങൾ ഫ്രൈഡ് വെജിറ്റബിൾ ബിരിയാണി, ചിക്കൻ ബിരിയാണി എന്ന് പറയും. ഇതിനെ ഇങ്ങനെ തട്ടുന്നു. ഇതിനകത്ത് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഓക്കെ. അപ്പൊ അടുത്ത ഇനം ഇതിനകത്ത് ഈ ഉപ്പിന്റെ അളവ്. ഈ സാധനം നമ്മള് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ചാടുന്നത് കാണുന്നുണ്ടോ? അതാണ് അതിന്റെ കണക്ക്. ഒരു ഇച്ചിരി ഉപ്പ് ചേർത്തോട്ടെ. ഞാൻ ടേസ്റ്റ് നോക്കണമായിരിക്കും. ഇതിന്റെ ടേസ്റ്റ് നോക്കാനായി നമ്മള് അസിസ്റ്റന്റ് എഞ്ചിനീയർ മിസ്റ്റർ റിജോ ഒന്ന് വന്നു. ദുബായ് റമദയിൽ വർക്ക് ചെയ്ത, അവിടുന്ന് പിരിച്ചു വിട്ട ഉസ്താദ് ഹോട്ടലിലെ മെയിൻ ചെഫ്. ഉപ്പിന്റെ അംശം എങ്ങനെയുണ്ട് അളവെന്ന് പറയാൻ വളരെ കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ നമ്മൾ ആവശ്യത്തിന് വീണ്ടും ചേർക്കുന്നു. ഇതിനകത്തുള്ള ഉപ്പ് എന്ന് പറയുന്നത് ബിരിയാണിയിൽ ഉണ്ടാവേണ്ട ഉപ്പ് കൂടുതലായിരിക്കും. കുറവായാൽ മതി. ഇറച്ചിക്കകത്ത് വരുന്നുണ്ട്, നമ്മുടെ മസാലക്കകത്തുണ്ട് ഉപ്പ്. മസാലക്കകത്ത് ഓൾറെഡി ഉപ്പ്. ആ മസാലയല്ല, ആ മസാല ആ ചട്ടിക്കകത്ത് വെച്ചിരിക്കുന്ന സാധനം നീ കണ്ടിട്ടില്ലല്ലോ, അപ്പുറത്തെ ചട്ടിക്ക് ഇരിക്കുന്നത്. ഇതാണ് അതിന്റെ കറക്റ്റ്. അത് പറഞ്ഞോ, നിങ്ങൾ പറഞ്ഞോ. കുറച്ച് കുറവാണ്, പക്ഷെ കുറവാണ് കറക്റ്റ് എന്ന് പറയുമ്പോ ഇച്ചിരിട്ടേക്ക് മോമുക. നമ്മുടെ റമദയിലുള്ള ഷെഫ് പറഞ്ഞ സ്ഥിതിക്ക് ഒരു ചീഫല്ലേ പറഞ്ഞു. അതെ.